ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എജുപോഡ് പ്രാക്ടിക്കൽ സെഷൻ. ഈ ഒരു വേർഡ് നിങ്ങൾ കുറെ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലേ? വെൽക്കം ബാക്ക് ടു എജുപോഡ് പ്രാക്ടിക്കൽ സെഷൻ. അത് ഓൾമോസ്റ്റ് എൻഡ് ആവാനായി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ലാബ് എക്സാമിന് പ്രാക്ടിക്കൽസ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് കുറേ പേർക്ക് ഫിസിക്സ് എക്സാം ഉണ്ടായിരുന്നു. കുറേ പേരുടെ മെസ്സേജും ദെൻ യൂട്യൂബിലെ കമന്റ്സും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി എഴുതാൻ പോകുന്നവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. ഓക്കെ, അപ്പൊ സാറ് ഓൾറെഡി കുറെ വീഡിയോസ് ഒക്കെ ഇട്ടല്ലോ. നമ്മളെ എക്സാമിന് വരുന്ന കുറെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആപ്പിൽ എന്തുണ്ട്, അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് എന്തിനാ സാറ് വന്നിട്ടുള്ളത്? ഇന്ന് സാറ് വന്നിട്ടുള്ളത് രണ്ട് ഉദ്ദേശത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഫിസിക്സ് ലാബിന് പ്രാക്ടിക്കൽസിന് കയറുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്, ഇതുവരെയുള്ള ഇനിയുള്ള അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും സ്ഥിരമായിട്ട് വെക്കുന്ന എക്സ്പെരിമെന്റ്സിന്റെ തിയറീസ്, അതേപോലെ ടാബുലാർ കോളംസ് എന്തൊക്കെ എങ്ങനെയൊക്കെ വരയ്ക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ റെഡിയാണോ? സെറ്റ് ആയിട്ടിരുന്നോളി, ഒരു ടെൻഷനും വേണ്ട ഫിസിക്സിന്റെ കാര്യത്തിൽ. എൻ്റെ മക്കള് ഫിസിക്സ് ലാബിലേക്ക് കയറുമ്പം എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, തിരിച്ചു വരുമ്പം എല്ലാവരും ചിരിച്ചിട്ട് സന്തോഷത്തോടെ നല്ല പുഞ്ചിരിയുമായിട്ടായിരിക്കും പുറത്തിറങ്ങുക എന്നുള്ളത് സാറിന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസകൾ പറയാണ് സാർ കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യമായിട്ട് നമ്മൾ ഫിസിക്സ് ലാബിലേക്ക് കയറുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം? റെക്കോർഡ് ബുക്ക് വേണം, ഹാൾ ടിക്കറ്റ് വേണം, പേന, പെൻസില്, പ്രൊട്രാക്ടർ, കോമ്പസ്, അങ്ങനത്തെ എല്ലാ സാമഗ്രികളും നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് ഇതിനിടയ്ക്ക് മിസ്സിനോട് പോയിട്ട് അല്ലെങ്കിൽ സാറോട് പോയിട്ട് സാറേ ഞാനതൊന്ന് എടുത്തു വരട്ടെ, ഞാൻ ആ കാൽക്കുലേറ്റർ ഒന്ന് എടുത്തു വരട്ടെ എന്നുള്ളൊരു ചോദ്യം അവിടെ വരരുത്. അത് നിങ്ങളുടെ മേലൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അവിടെ ഉണ്ടാക്കും. റെഡിയാണല്ലോ? അപ്പൊ അതൊക്കെ പ്രിപ്പയർ ആയിട്ട് വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ, ക്ലാസ് റൂമിലേക്ക് കയറാൻ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ദെൻ അതിനുശേഷം നമ്മൾക്കറിയാം, നമ്മുടെ ആ ടേബിളില് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒന്ന് റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അപ്പൊ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സാധാരണ +1 ഒരു ക്വസ്റ്റ്യനും +2 ഒരു ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആൻസർ ഷീറ്റ് അതിന് കൂടെ തന്നെ കിട്ടും. അപ്പൊ ആൻസർ ഷീറ്റിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അതിലുള്ള ക്വസ്റ്റ്യൻ എന്താണോ അത് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്തിടാം. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ. റെഡിയാണോ? അതായത് ക്വസ്റ്റ്യൻ എന്താണോ അതേ സെയിം സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് കോപ്പി ചെയ്ത്. അല്ലാതെ നിങ്ങൾ റെക്കോർഡിൽ എഴുതി എഴുതുമ്പോൾ എഴുതേണ്ട, അവിടെ എഴുതേണ്ട കാര്യമില്ല. അതിനുശേഷം നിങ്ങൾ അപ്പാരറ്റസുകൾ എഴുതുക. അപ്പാരറ്റസ് അറിയുന്ന എന്ത് ചെയ്യുക, അപ്പാരറ്റസ് എഴുതുക. അതിനുശേഷം പ്രിൻസിപ്പിൾ ആൻഡ് തിയറി എഴുതണം. അതായത് പ്രിൻസിപ്പിൾ ഒന്നും നിങ്ങൾ വാരി വലിച്ച് എഴുതേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അതായത് നമ്മൾ മാനുവലുള്ള പോലെ അല്ലെങ്കിൽ റെക്കോർഡിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത പോലെ അത്രയൊന്നും വേണ്ട. ഒരു ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു, അതിലുള്ള ടേംസ് ഏതൊക്കെ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അല്ലാതെ വാരി വലിച്ചെഴുതേണ്ട ഒരു കാര്യമില്ല. അതിനുശേഷം നിങ്ങൾ ടാബുലാർ കോളം വരയ്ക്കുന്നു. അത് ടാബുലാർ കോളം വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാഫുകൾ വരച്ചിരിക്കണം. അതായത് കോൺവെക്സ് ലെൻസ്, മിററൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഗ്രാഫുകൾ ഉണ്ട്. അപ്പൊ ആ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ റഫ് മോഡൽ നിർബന്ധമായിട്ടും നമ്മുടെ ആൻസർ ഷീറ്റിൽ വരച്ചിരിക്കണം. അതിനുശേഷം ആ റഫ് വർക്ക് അല്ലെങ്കിൽ ആ ആൻസർ ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ടീച്ചറെ കാണിച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ടീച്ചർ അപ്രൂവൽ ആക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ അഹങ്കാരം കാരണം ഒരു മാർക്ക് പോലും നിങ്ങൾ എന്ത് ചെയ്ത് പോകരുത്. എനിക്കിത് അറിയാലോ, ഞാൻ നേരെ കൊണ്ട് ചെയ്താൽ പോരെ, ഇതൊക്കെ റെഡിയാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. മിസ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് കിടക്കുക അല്ലെങ്കിൽ എക്സ്പെരിമെന്റിലേക്ക് കിടക്കുക. സെറ്റാണല്ലോ? ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്തിരിക്കണം. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ മാർക്കിംഗ് സ്കീമിനെ കുറിച്ചാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന പോലെ 40 മാർക്കാണ് നമ്മുടെ ഫിസിക്സ് ലാബ് എക്സാമിനുള്ളത്. അതിൽ 5 മാർക്ക് വരുന്നത് പ്രിൻസിപ്പിൾ ആൻഡ് തിയറിക്കാണ്. 2 മാർക്ക് നമ്മളെ സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ്, അതായത് ഓംസിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ നീളം അപ്പാരറ്റസ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ഷനൊക്കെ നീളം കറക്റ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ദെൻ അത് കഴിഞ്ഞിട്ട് പെർഫോമൻസ് ഓഫ് ദ എക്സ്പീരിയൻസിന് 6 മാർക്കും ദെൻ റിസൾട്ട് ഇൻ SI യൂണിറ്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്താണ് 4 മാർക്ക് ഉണ്ട്. ഓക്കെ, അതായത് SI യൂണിറ്റിലായിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ എന്നുള്ളത് ഷുവർ ആക്കി വെക്കണം നിങ്ങൾ. ഓക്കെ അല്ലേ? അതായത് നമുക്ക് സ്ക്രൂ ഗേജ് ചെയ്താൽ കിട്ടുന്നത് മില്ലിമീറ്റർ ആണ്, ദെൻ വെർനിയർ ചെയ്താൽ കിട്ടുന്നത് സെന്റിമീറ്റർ ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മീറ്ററിലേക്ക്, അതിന്റെ SI യൂണിറ്റിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ ഷുഡ് ബി ഇൻ SI യൂണിറ്റ് ഏതിന്റെ കേസ് ആണെങ്കിലും. ക്ലിയർ? പിന്നെ റിസൾട്ട് നിങ്ങൾ എഴുതുമ്പം നമ്മളുടെ അത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ? അതായത് നമ്മുടെ റെക്കോർഡിൽ അതേപോലെ തന്നെ ഇതിലേക്ക് എഴുതണമെന്ന് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നമ്മുടെ എയിം എന്താണോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് യൂസിങ് UV മെത്തേഡ് എന്നുള്ളതാണെങ്കിൽ ഇത് റിസൾട്ട് നിങ്ങൾ എഴുതുക ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് യൂസിങ് UV മെത്തേഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു അതിന്റെ ആൻസർ എന്താണെന്ന് എഴുതിയാൽ മതി.
അല്ലാതെ ഇതിനെ കാണാതെ പഠിച്ചിട്ട് അതിനുള്ള സമയം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പോക്കരുത്. ദെൻ റേ ഡയഗ്രാം, ലെൻസിന്റെയും മിററിന്റെയും കേസിൽ നമുക്ക് ഉണ്ടാവും റേ ഡയഗ്രാംസ് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ആ റേ ഡയഗ്രാം നമ്മൾ ആദ്യം മിസ്സിനെ കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റേ ഡയഗ്രാം നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് വരച്ചിരിക്കണം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഏതിന്റെ, മിററിന്റെയും ലെൻസിന്റെയും കാര്യത്തിലൊക്കെ. ഓക്കെ അല്ലേ? വെർനിയർ സ്ക്രൂ ഗേജ് ആണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള സ്ക്രൂ ഗേജ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സാർ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ സ്ക്രൂ ഗേജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്നുമില്ലെങ്കിൽ സ്ക്രൂ ഗേജ് വെച്ചിട്ട് ഒരു വയറിന്റെ, സാധാരണ നമ്മൾ നിക്രോം വയറാണ് യൂസ് ചെയ്യാറുള്ളത്, ആ നിക്രോം വയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക, ആ ഗ്ലാസ് പ്ലേറ്റിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറയും. ഇതാണ് ഇതിന് രണ്ട് എയിം ആയിട്ട് നമുക്ക് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, V = π × r²L ആയിരിക്കും അല്ലേ? അതായത് വയർ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ടൈപ്പ് ആണല്ലോ. അപ്പൊ V = πr² ആണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അതിൽ എന്തൊക്കെയാണ്, R എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് ഓഫ് ദ വയർ എന്ന് എഴുതുക. അതേപോലെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ വയർ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് എങ്ങനെ കിട്ടുക? റേഡിയസ് നമുക്കറിയാം ഡയമീറ്ററിന്റെ ഹാഫ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെന്ത് ചെയ്യുക, അടുത്ത ഇക്വേഷൻ ആയിട്ട് എഴുതുക, റേഡിയസ് = ഡയമീറ്റർ / 2. അങ്ങനെയാണെങ്കിൽ ആ ഡയമീറ്റർ നമുക്ക് എവിടുന്ന കിട്ടുക? ആ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്ക്രൂ ഗേജ് ഉപയോഗിക്കുന്നത്. സ്ക്രൂ ഗേജിലെ ടോട്ടൽ റീഡിംഗ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ടോട്ടൽ റീഡിങ്ങിന്റെ മീൻ വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതിയിരിക്കണം. അതായത് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, PSR plus corrected HSR into least count. Corrected HSR into least count ആയിരിക്കും. അതായത് സ്ക്രൂ ഗേജിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 മില്ലിമീറ്റർ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, 0.01 മില്ലിമീറ്റർ. റെഡി ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളായാൽ തന്നെ നമ്മുടെ ആ വയറിന്റെ കേസിലുള്ള വോളിയം കണ്ടുപിടിക്കാനുള്ള പ്രിൻസിപ്പിൾ ആയി എന്നുള്ളതാണ് സാറ് പറഞ്ഞത് മിനിമം ആയിട്ട്. ഓക്കെ, ഇനി ഇത് ഗ്ലാസ് ലാബ് ആണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഗ്ലാസ് ലാബ് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗ്ലാസ് ലാബ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഏരിയ ഇൻറ്റു തിക്നെസ് ആണ് അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ലാബിന്റെ ലെങ്ത്തും നമുക്ക് അതേപോലെ ബ്രെഡ്ത്തും ആണ് ഏരിയ എന്ന് പറഞ്ഞാൽ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് നമുക്ക് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. ദെൻ തിക്നെസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രൂ ഗേജ് വെച്ചിട്ട് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ആ സ്ക്രൂ ഗേജിന്റെ തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്ക് അവിടെ എന്ത് വരിക, PSR plus corrected HSR in least count. അതാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ പ്രിൻസിപ്പിൾ വാരി വലിച്ചിട്ട് കുറെ എഴുതേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ കേസിൽ എന്തായിട്ട് വരും, നമുക്ക് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അടുത്തതായിട്ട് ഇതിന്റെ ടാബുലാർ കോളം വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ലീസ്റ്റ് കൗണ്ട് നമ്മൾ പിച്ച് കണ്ടുപിടിച്ച ശേഷം ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നു. അതിന്റെ ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ എഴുതിയിരിക്കണം. ക്ലിയർ ആണല്ലോ? അതായത് വാല്യൂ ഓഫ് 1 പിച്ച് സ്കെയിൽ ഡിവിഷൻ എന്ന് നമുക്ക് അറിയാം എത്രയാണ്, 1 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പിച്ച് ഓഫ് ദ സ്ക്രൂ നമുക്ക് എത്ര കിട്ടുന്നത്, 1 മില്ലിമീറ്റർ തന്നെയായിരിക്കും അല്ലേ? 1 മില്ലിമീറ്റർ. അതായത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ 5 റൊട്ടേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻ 5/5 എന്നുള്ള നമുക്ക് ഏകദേശം എത്ര കിട്ടുന്നത്, 1 മില്ലിമീറ്റർ തന്നെയായിരിക്കും കിട്ടുന്നത്. ദെൻ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിൽ എത്രയാണ്, 100 ആണ് അല്ലേ? നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിൽ 100 ആണ്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ പിച്ച് ഡിവൈഡർ ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിൽ, ദാറ്റ് ഈസ് 1/100. 1/100 എന്ന് പറഞ്ഞാൽ 0.01 മില്ലിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു വാല്യൂസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ എഴുതിയിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത സീറോ കോയിൻസിഡൻസ് അല്ലെങ്കിൽ സീറോ കറക്ഷൻ എന്താന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാറ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് തരികയാണ്. സീറോ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു വയറും വെക്കാതെ ജസ്റ്റ് അതിന് തിരിച്ചിട്ട് 2 ടിക് ടിക് സൗണ്ട് ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പോ നമ്മൾ ആ PSRലുള്ള താഴെയുള്ള PSRലുള്ള ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാ നോക്കുക അല്ലേ? അത് 95 ആണെന്ന് വിചാരിച്ചോളി. അപ്പൊ 100ലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, +5 ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ സീറോ കോയിൻസിഡൻസ് എത്രയാണ്, 95 ആണ്. സീറോ കറക്ഷൻ ആണെന്ത്, നമ്മുടെ ആ +5 ആയിട്ട് അവിടെ വരുന്നത്. ഇനി അത് 100ന്റെ മുകളിലാണ്, അതായത് 0ന്റെ മുകളിൽ ഒരു 5 ഒക്കെ ആണെങ്കിൽ 105 ആണെന്ന് നിങ്ങൾ മനസ്സിലേക്ക് വരണം. അപ്പൊ 100ലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുക അല്ലെ? അപ്പൊ സീറോ കോയിൻസിഡൻസ് 105 ആയിരിക്കും. സീറോ കറക്ഷൻ എത്ര ആയിരിക്കും, -5 ആയിരിക്കും. റെഡി ആണല്ലോ? അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ ടാബുലാർ കോളത്തിൽ PSR, അതായത്
ഫസ്റ്റ് ഡയമെൻഷൻ ചെയ്ത ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ തിക്നെസ് ആണ്, ഏതൊന്നായിരിക്കും കണ്ടുപിടിക്കാൻ പറയാം. ദെൻ അത് കഴിഞ്ഞ ശേഷം PSR, HSR, കറക്റ്റഡ് HSR, ദെൻ ടോട്ടൽ റീഡിംഗ്, ദാറ്റ് ഈസ് ടോട്ടൽ റീഡിംഗ് എന്ത് വരും, PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് ചെയ്യുന്നത്. ദെൻ മീന് മില്ലിമീറ്ററിൽ മീനിന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നോട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്രൂ ഗേജ് എക്സ്പെരിമെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ തിരിച്ചിട്ട് ആ സാധനം നിങ്ങൾ എന്ത് ചെയ്ത് കേട് വരുത്തുന്നുള്ളത് അത് മറ്റൊരു അപേക്ഷയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുക. ഓക്കെ അല്ലേ? ദെൻ കാൽക്കുലേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, വോളിയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തിക്നെസ് ആണെങ്കിൽ തിക്നെസ് കണ്ടുപിടിക്കാം. സെറ്റ് ആണല്ലോ. ദെൻ റിസൾട്ട് നോക്ക്, ജസ്റ്റ് വോളിയം ഓഫ് ദി ഗിവൺ വയർ, വോളിയം ഓഫ് ദി ഗിവൺ ഗ്ലാസ് പ്ലേറ്റ്, അത്രയും മതി. ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. സെറ്റ് ആണല്ലോ. ഇനി അടുത്ത എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. വെർനിയർ കാലിപ്പേഴ്സിന്റെ കേസിൽ നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറയും, അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയാം അല്ലെ. അപ്പൊ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രിൻസിപ്പിൾ എന്താ, 4/3πr³ ആണ് അല്ലെ. അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ റേഡിയസ് അല്ലെ, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് ദ സ്ഫിയർ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 അല്ലെ. അപ്പൊ ആ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വെർനിയർ കാലിപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമീറ്ററിന്റെ ഇക്വേഷൻ എന്തായിരിക്കും ആ കേസിൽ വരിക, ദാറ്റ് ഈസ് MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. വെർനിയറിന്റെ കേസിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. ഇത്രയും എഴുതിയാൽ അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ കുറെ വാരി വലിച്ച് പഠിക്കേണ്ട. ഇനി നമുക്ക് മറ്റതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, അതായത് സിലിണ്ടർ കേസിലാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, V=πr² ഇൻറ്റു L ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ റേഡിയസും ലെങ്ത്തും നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്, വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിൽ രണ്ട് ഇക്വേഷൻ എഴുതണം. അതായത് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഡയമീറ്റർ ബൈ 2 ആണ്. അപ്പൊ ഡയമീറ്ററിന്റെ ഇക്വേഷൻ എഴുതുക. അതേപോലെ തന്നെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണെന്ന് എന്റെ മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അവിടെ എഴുതിയിരിക്കണം. റെഡി ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് വെർനിയർ കാലിപ്പേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായിട്ട് അതിന്റെ ടാബുലാർ കോളം വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒബ്സർവേഷൻ കാൽക്കുലേഷൻ, അതായത് സ്ക്രൂ ഗേജിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെയും ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 സെന്റിമീറ്റർ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ n = 10 ആണ്. ദാറ്റ് ഈസ് 0.1 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 0.01 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ലീസ്റ്റ് കൗണ്ട്. ദെൻ ടാബുലാർ കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ MSR എഴുതുക, VSR എഴുതുക, ദെൻ ടോട്ടൽ റീഡിംഗ് എഴുതിയാൽ മതി. ഈ VSRന്റെ ലീസ്റ്റ് കൗണ്ട് എഴുതിയാലും കുഴപ്പമില്ല, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നേരെ ടോട്ടൽ റീഡിംഗിലേക്ക് എത്തിയാലും മതി. ടോട്ടൽ റീഡിംഗ് എന്താണ്, MSR പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടാബുലാർ കോളം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ടാബുലാർ കോളത്തിൽ ഇതിങ്ങനെയാണെന്നുള്ളത് കാണാതെ പഠിക്കല്ല വേണ്ടത്. സെറ്റ് ആണല്ലോ. അതിന്റെ മീൻ വാല്യൂ എടുത്താൽ ഡയമീറ്ററിന്റെ പകുതി എടുത്താൽ നമുക്ക് ഹാഫ് കിട്ടി, റേഡിയസ് കിട്ടി. ദെൻ അതിന്റെ ഇക്വേഷൻ, അതായത് V=4/3πr³ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തു, വോളിയം കൂട്ടി, സ്ഫിയറിന്റെ കേസിലാണെങ്കിൽ. ഇനി മറ്റേ കേസിലാണെങ്കിലോ ലെങ്ത്തും കണ്ടുപിടിക്കണം, അതേപോലെ ഡയമീറ്ററും നമ്മൾ എന്ത് ചെയ്യണം, വെർനിയർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ റേഡിയസ് ഹാഫ് എടുത്തിട്ട് πr² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ദെൻ റിസൾട്ട് ചെയ്ത് ക്ലിയർ ആണല്ലോ. അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഹെലിക്കൽ സ്പ്രിംഗ് എന്നുള്ള എക്സ്പെരിമെന്റ്. അപ്പൊ ഹെലിക്കൽ സ്പ്രിംഗിന്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സ്പ്രിംഗിന്റെ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കേണ്ടത്. രണ്ട് മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നത്, കാൽക്കുലേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നത്, അതേപോലെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിക്കുന്നുണ്ട്. സെറ്റ് ആയിക്കോളി. അതെന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഹെലിക്കൽ സ്പ്രിംഗ് എന്നുള്ള കേസ് ആദ്യം വരുമ്പം കോൺസ്റ്റന്റ് K ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ മാറൂല, കാരണം ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ എന്തായിരിക്കണം, ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കണം എന്നുള്ളത് മക്കളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും വേണം. ക്ലിയർ ആണല്ലോ. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ ചെയ്താണെങ്കിലോ, പ്രിൻസിപ്പിളിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഹൂക്സ് ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹെലിക്കൽ സ്പ്രിംഗിലേക്ക് വരുന്നത് അല്ലേ. അതായത് എങ്ങനെ ഇക്വേഷൻ, F is directly proportional to X എന്നുള്ളതാണ്. മൈനസ് ഞാൻ എന്തെങ്കിലും കൺസിഡർ ചെയ്യുന്നില്ല. F is directly proportional to X എന്നുള്ളതാണ് ഏതിന്റെ കേസിൽ പറയുന്നത്, ഹൂക്സ് ലോ പറയുന്നത്. അങ്ങനെയുള്ള പ്രൊപ്പോർഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, K × X എന്ന് പറഞ്ഞാൽ. ദെൻ ഇവിടുത്തെ മാസ് എങ്ങോട്ടേക്കാണുള്ളത്, താഴേക്കാണ്, അല്ലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കുണ്ട്, താഴേക്കുണ്ട്. അപ്പൊ എഫിന് പകരം ഞാൻ എന്തിനാ mg കൊടുക്കുകയാണ്, mg = kx. ദെൻ K ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ, K = mg / x. ഓക്കെ, സാധാരണ നിങ്ങൾ L എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആ L പകരമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, X എന്നെടുത്തുള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട. അതുകൊണ്ടാണ് സാർ ഈ ഹൂക്സ് ലോ എന്നുള്ള ആ ലോയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇക്വേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, K എന്താണെന്ന് എഴുതുക. അതേപോലെ K എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, M എന്ന് പറഞ്ഞാൽ എന്താണ്,
സസ്പെൻഡഡ് മാസ് അല്ല, എക്സ്റ്റൻഷന് കാരണമായിട്ടുള്ള മാസാണെന്ത് എം എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് ഡെഡ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ എം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് മാസ് എന്ന് കൊടുക്കുക. then അടുത്തത് ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. then ഇവിടുത്തെ കേസിൽ എക്സ് ആണ്, ചില കേസിൽ എൽ എന്ന് പറയും. എക്സ് എന്നുള്ളത് നമ്മൾ എന്തെടുക്കുക എക്സ്റ്റൻഷനുമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അതിന്റെ ടാബുലാർ കോളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ടാബുലാർ കോളം ഇവിടെ കാണുന്നില്ല, സാർ എന്താ ജസ്റ്റ് നിങ്ങൾക്ക് വരച്ചുതരാം. ടാബുലാർ കോളത്തിന്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും വരിക, മാസ് സസ്പെൻഡഡ് ആയിരിക്കും വരിക അല്ലെ, മാസ് സസ്പെൻഡഡ്. അപ്പൊ നമുക്കറിയാം ആദ്യം ഇടുന്ന 50 ഗ്രാമിന്റെ ആ ഡെഡ് വെയിറ്റ്, ആ ഹാങ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്തുണ്ട് നമ്മൾ കൺസിഡർ ചെയ്യൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് W0 എന്ന് എഴുതും. ഓക്കെ, അതാണ് നമ്മുടെ വെയിറ്റ്, ഡെഡ് വെയിറ്റ്. അതിന്റെ വാല്യൂ നമുക്ക് W0 ജസ്റ്റ് ഇടുമ്പോഴുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ എഴുതിയാലും കുഴപ്പമില്ല, ഈ ടാബുലാർ കോളത്തിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിന് അടുത്ത് എന്ത് വരും, W0 പ്ലസ് 0.005 അല്ലെ, 50 ഗ്രാം അല്ലേ, 50 ഗ്രാം ഇൻറ്റു കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യുക, 50 ഇൻറ്റു 10⁻³ അപ്പം എന്തായിരിക്കും വരിക, 0.05 കേട്ടോ, സോറി 0.05 ആയിരിക്കും വരിക. 50 ഇൻറ്റു 10⁻³ അല്ലേ, അപ്പോൾ 0.05 ആയിരിക്കും വരിക. റെഡി ആണല്ലോ. ഇനി അടുത്ത മാസം നമ്മൾ എന്തായിട്ട് മാറും, 0 + 0.1 ആയിട്ട് മാറും. then 0.15 എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. then അടുത്തത് ലോഡിങ്ങിൻ്റെ ഇതുണ്ടാവും, ലോഡിങ് then അൺലോഡിങ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. then അതിൻ്റെ മീൻ വാല്യൂ. ഓക്കെ അല്ലേ, മീൻ വാല്യൂ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ. എക്സ്റ്റൻഷൻ L നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്. then K = mg/L ആണ്. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂക്ക് ലോഡിങ് അൺലോഡിങ് മീൻ വാല്യൂ കഴിഞ്ഞാൽ എക്സ്റ്റൻഷനും K അവിടെ ഉണ്ടാവില്ല. കാരണം നമ്മളുടെ അത് മീൻ പൊസിഷൻ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബാക്കിയുള്ള എക്സ്റ്റൻഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ x0 എന്ന് എടുക്കുകയാണ്. ഫസ്റ്റ് കിട്ടുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, x0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡിലെ എക്സ്റ്റൻഷൻ ഇത് x1, ഇത് x2, ഇത് x3 നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാ, ഫസ്റ്റ് x1 - x0, then x2 - x0, then x3 - x0 എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ലെങ്ത് ആണ് ഉപയോഗിക്കേണ്ടത്. ആ എം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്, ഡെഡ് വെയിറ്റ് കൂട്ടാതെയുള്ള എം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. അതായത് ഈ കേസിലാണെങ്കിൽ 0.05 കിലോഗ്രാം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. then കെയുടെ യൂണിറ്റ് നമുക്കറിയാം Nm/m ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വേണം. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. then അതേപോലെ നമ്മൾ ഇത് ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് എക്സ്റ്റൻഷൻ എവിടെയാണ്, നമ്മുടെ y ആക്സിസിലും അതേപോലെ ലോഡ് നമ്മൾ x ആക്സിലും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ ഗ്രാഫ് ഇതാ ഈ ഒരു ഷേപ്പിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, m/L കെയുടെ ഇക്വേഷൻ എന്താണ്, m/L mg/L ആണ്. അപ്പോൾ m/L ആണ് നമ്മൾ ഗ്രാഫിലൂടെ കണ്ടുപിടിക്കാവുന്നത്. g എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, 9.8 m/s². അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ m എന്ന് പറഞ്ഞാൽ എവിടെ, എക്സ് ആക്സിലാണ് ലോഡ് ഉള്ളത് അല്ലേ. അപ്പൊ എക്സ് ആക്സിൽ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചതിന് ശേഷം ഈ ഒരു വാല്യൂ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ലെങ്ത് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്. ഇനി അതേപോലെ മാസ് ബൈ ലെങ്ത് എവിടെയാണ്, y ആക്സിലാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതാ ഇവിടെ. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് K = ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ AB/BC × G ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, സ്പ്രിംഗ് കോൺസ്റ്റന്റ് കിട്ടി. ഗ്രാഫിലൂടെയും കണ്ടുപിടിച്ചു, നമ്മുടെ ഇക്വേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദ ഹെലിക്കൽ സ്പ്രിംഗ് ബൈ കാൽക്കുലേഷനിൽ എത്ര കിട്ടി, ഫ്രം ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. റെഡി ആണല്ലോ. അടുത്തതായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ബാർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ് അല്ലേ. അപ്പൊ മൊമെന്റ് ബാർ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന എക്സ്പെരിമെന്റ് ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് തന്നെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എഴുതിയേക്കുക, ലോഡ് ഇൻറ്റു ലോഡ് ആം. അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണ്. അപ്പൊ ഇതിന് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പിക്ചർ വരച്ചിരിക്കണം. ഏതിന്റെ കേസിൽ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റിന്റെ കേസിൽ. എന്നിട്ട് ആ പിക്ചറിൽ നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, അതിന്റെ വെയിറ്റ് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എന്ത് ചെയ്യണം, ഒരു മാസം ഉണ്ടാവും, ഇവിടെ ഒരു മാസം ഉണ്ടാവും അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ സെന്ററിലെ പോയിന്റ് ഞാൻ G എടുക്കുകയാണെങ്കിൽ ഇത് A, ഇത് B, ഓക്കെ, ഇത് B എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാസം ഇടുന്നത്. ഓക്കെ, അതായത് ഹാങ്ങിങ് മാസ് ആണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കേണ്ട കല്ല് ഞാൻ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. അതായത് ഇതിലൂടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ വെയിറ്റ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് W കൊടുക്കുക, ഇതിന് M കൊടുക്കുക. ഓക്കെ അല്ലേ. ദെൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഇക്വേഷൻ ആയിരിക്കും W = അതായത് ഇവിടെ ലോഡിന് ലോഡാമെന്നുള്ള ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, മാസ് ഇൻറ്റു AG അല്ലെ, മാസ് ഇൻറ്റു AG ഡിവൈഡഡ് ബൈ BG ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ,
മാസ് ഇൻറ്റു എ ജി ഡിവൈഡ് ബൈ ബി ജി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിക്ചറിൽ ഈ കറക്റ്റ് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും മാർക്ക് ചെയ്തിരിക്കണം, എവിടെയൊക്കെ എന്തൊക്കെ വരുന്നു എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ ടാബുലാർ കോളത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടേണ്ടത്, ഡബ്ല്യു ഇസിക്കൽ എം ഇൻറ്റു എ ജി ഡിവൈഡ് ബൈ ബി ജി ആണ്. അപ്പോൾ ഈ 3 പോയിന്റ് അവിടെ മതി, എം എ ജി ബി ജി മതി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സാറ് ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മാസ് സസ്പെൻഡ് ചെയ്ത മാസ്, സസ്പെൻഡഡ് മാസ്. ഓക്കെ, അത് 50 ഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഒരു 250 ഗ്രാം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തോളി. ദെൻ അടുത്ത് കഴിഞ്ഞിട്ട് എ ജി എത്ര ചെയ്താൽ, എ ജി നമ്മൾ കോൺസ്റ്റന്റ് ആക്കി ചെയ്താൽ മതിയെ. ദെൻ ബി ജി, ദെൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ ജി മാസ് എം ഇൻറ്റു എ ജി ഡിവൈഡഡ് ബൈ ബി ജി. ഓക്കെ അല്ലേ, ഇവിടെ എം എന്നുള്ളത് മാർക്ക് ചെയ്തോളി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ യൂണിറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ, അത്രയേ ഉള്ളൂ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്നുള്ള എക്സ്പെരിമെന്റ്. ഇനി അടുത്ത പാരലലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്കറിയാം, അതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിൽ തൂക്കുന്ന വെയിറ്റിന്റെ മാസ് എത്ര എന്നുള്ളതാണ് അല്ലേ, ആ കല്ലിന്റെ മാസ് എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് എത്ര എന്നുള്ള കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻ, പാരലലോഗ്രാം ലോവിന്റെ ഇക്വേഷൻ നമ്മൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. റെഡിയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു പിക്ചർ പ്രിൻസിപ്പിളിൽ വരച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ. കാരണം ഇതിലാണ് പി നമ്മുടെ മാസ്, ക്യൂ എന്നുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് കിട്ടുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് നമുക്ക് ഈ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഈ മുകളിലേക്കുള്ള വെയിറ്റും താഴേക്കുള്ള വെയിറ്റും ഈക്വൽ ആണെന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഒ ഡി ഇൻറ്റു സ്കെയിൽ എന്നുള്ള ഇക്വേഷൻ എഴുതുന്നത് അല്ലേ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഒ ഡി ഇൻറ്റു സ്കെയിൽ എന്ന് എഴുതണം. അതായത് ഒ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, ഈ ഡയഗണലായിരിക്കും. ദെൻ ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ 1 ഗ്രാം ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 50 ഗ്രാം വെയിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും ആ കല്ലിന്റെ മാസ് എന്ത് ചെയ്യൂല, മാറൂല. ഓക്കെ, മൊമെന്റ് ബാറിലാണെങ്കിൽ ആ കല്ലിന്റെ മാസ് എന്ത് ചെയ്യില്ല, മാറൂല. കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം നമ്മുടെ ഫൈനൽ വാല്യൂസ്. ഓക്കെ അല്ലേ. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നമ്മൾ വരയ്ക്കുന്ന ഓഡി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ 100 ഗ്രാം ആണ്, പിയും ക്യൂവും നമ്മൾ 100 ഗ്രാം ആണ് നിങ്ങൾ വെയിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വരയ്ക്കേണ്ട ഈ ഒ ബി ഒ എ എന്നുള്ള എത്ര ആയിരിക്കണം, 2 സെന്റിമീറ്റർ ആയിരിക്കണം. അവിടുന്ന് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബൈസെക്ടർ വരയ്ക്കേണ്ടത്. ഇനി അത് 150 ഡിഗ്രി ആവുകയാണെങ്കിലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, ബൈസെക്ടർ വരയ്ക്കുക. ഇനി അത് 200 ആണെങ്കിലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 എന്നിട്ട് ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ എല്ലാത്തിന്റെയും കേസിൽ നമുക്ക് ഇടുന്ന ഓഡി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ ഓഡി സെയിം ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാല്യൂ എന്താണ്, കറക്റ്റ് ആണ്. റെഡിയാണല്ലോ. അപ്പൊ ഇതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ടാബുലാർ കോളത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും, പി നമ്മൾ സ്കെയിൽ ഫാക്ടർ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 50 ഗ്രാം വെയിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ദെൻ പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വെയിറ്റ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ 2 സെല്ലിൽ തന്നെ വെയിറ്റ്, ഒ എ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ്, ഒ ബി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഡിസ്റ്റൻസ് ആണ്, ദെൻ ഒ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഒ ഡി ഇൻറ്റു സ്കെയിൽ. അത്രയും മതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഗ്രാം വെയിറ്റിലായിരിക്കും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റണം. 10⁻³ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. എന്നിട്ട് റിസൾട്ട് വെയിറ്റ് ഓഫ് ദ ബോഡി. അത്രയും മതി. സെറ്റ് ആണല്ലോ. ഇനി അടുത്ത എക്സ്പെരിമെന്റ് ആണ് റെസൊണൻസ് കോളം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം റെസൊണൻസ് കോളത്തിന് 2 എക്സ്പെരിമെന്റ് ഉണ്ട്. രണ്ടിന്റെയും പ്രൊസീജിയർ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് മക്കളെ. അത് കാര്യത്തിൽ നിങ്ങൾ എന്ത് ഒരു പേടി മേടിക്കണം, രണ്ടിന്റെയും പ്രൊസീജിയർ എന്താണ്, സെയിം ആണ്. അപ്പൊ ഒന്നാമത്തെ റെസൊണൻസ് കോളത്തിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ റൂം ടെമ്പറേച്ചറിലുള്ള വെലോസിറ്റി ഓഫ് സൗണ്ട് എത്ര എന്നുള്ള. അപ്പൊ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എന്തായിരിക്കും പ്രിൻസിപ്പൽ ഇക്വേഷൻ വരിക, 2f × L2 - L1. ഇതാണ് അതിന്റെ ഇക്വേഷൻ. കഴിഞ്ഞു. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി, അത് നോട്ട് ചെയ്യുക. ദെൻ L2 എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത്, മീൻ വാല്യൂ ഓഫ് സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത്. ദെൻ L1 എന്ന് പറഞ്ഞാലോ മീൻ വാല്യൂ ഓഫ് ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത്. ആ കാര്യങ്ങൾ അവിടെ എഴുതിയാൽ ഈ ഇക്വേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി വേണമെങ്കിൽ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്നുള്ള വേറെ എഴുതിയേക്കാം. അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ നിങ്ങൾ തിയറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. പിന്നെ റെസൊണൻസ് കോളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ കിട്ടുക ഏത് റേഷ്യോയിലാണ്, ക്ലോസ്ഡ് പൈപ്പിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:, ഫ്രീക്വൻസി അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3:5 ആണ്. അപ്പൊ ആ റേഷ്യോ നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പൊ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് ഒരു 15 അല്ലെങ്കിൽ 14 കിട്ടിയാൽ ദെൻ സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് എവിടെ ആയിരിക്കും, അതിന്റെ 3 ടൈംസ് ആയിട്ടുള്ള 42ന്റെ എബോവ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യണം, മനസ്സിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ആ വാല്യൂ കിട്ടൂല എന്നുള്ളതാണ്.
റെഡിയാണല്ലോ. അപ്പോൾ ഇതാണ് റെഫറൻസ് കോളം 1 കേസിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂണിംഗ് ഫോർക്ക് ചെയ്താൽ ഫസ്റ്റ് റണ്ണിൽ നിന്ന് 2 പ്രാവശ്യം ട്രൈ ചെയ്യുക. മീൻ വാല്യൂ സെക്കൻഡ് റണ്ണിൽ നിന്ന് മീൻ വാല്യൂ 2f × L2 - 1. ഓക്കെ, ഇത് നമുക്ക് കിട്ടുന്നത് സെന്റിമീറ്റർ/സെക്കൻഡിലായിരിക്കും. കാരണം ലെങ്ത് നമ്മൾ എടുക്കുന്നത് സെന്റിമീറ്ററിലാണ്. അതിനെന്താണ് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ കണ്ടുപിടിക്കാനാണ് നമുക്കുള്ള എയിം എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ റെഫറൻസിന്റെ രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഒന്നും ടെൻഷൻ ആവണ്ട. അപ്പോൾ ഇത് നമ്മൾ L1ഉം ഇത് നമ്മൾ L2ഉം കൊടുക്കുകയാണ്. ഇത് L1 ഇത് നമ്മൾ L2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരണം? F1/F2 = L2 - L1 /L2 - L1. ഇത്രയും മതി. ഓക്കെ അല്ലേ? അതായത് 2 ഡിഫറെന്റ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 512 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ടോട്ടൽ നോർമലി 427 480 ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓൾമോസ്റ്റ് റേഷ്യോ എന്ത് ചെയ്യണം? ഈക്വൽ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അടുത്ത എക്സ്പെരിമെന്റ് നമ്മളെ സിമ്പിൾ പെൻഡുലമാണ്. സിമ്പിൾ പെൻഡുലത്തിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ്. നമുക്കറിയാം 9.8 m/s² ആണ്. അപ്പോൾ അത് ഇക്വേഷനിലൂടെയും അതേപോലെ ഗ്രാഫിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും വരിക? നമ്മൾ അത് എവിടെ നിന്ന് ആ ഇക്വേഷനിലേക്ക് വരുന്നത്? നമ്മുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ T = എന്താണ്? 2π√L/g. അതായത് ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സാർ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്ത് എന്ത് വരും? T², 2² 4 വരും, π² വരും. ദെൻ L/g √L/g വരുമ്പോൾ L/g എന്ന് വരും. റൂട്ടിന്റെ സ്ക്വയർ നമ്മൾ റൂട്ട് ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ G കണ്ടുപിടിക്കണമെങ്കിൽ നേരം കൊണ്ട് റീഅറേഞ്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 4π² × L/T². ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. റെഡിയാണോ? ഇനി ഇതിന്റെ ഗ്രാഫിലൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിനും വരച്ചിരിക്കണം. ആരൊക്കെ? L ഉം T² തമ്മിലുള്ള ഗ്രാഫ് വരച്ചിരിക്കണം. അതിൽ നിന്ന് എങ്ങനെയാണ് G കിട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് ഗ്രാഫ്. ഏകദേശം ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. L x-ആക്സിലും T² y-ആക്സിലും വരികയാണെങ്കിൽ ഈ ഗ്രാഫ് ഇതാ ഇങ്ങനെ കിട്ടും. അതായത് L/T² ആണ്. അപ്പോൾ L x-ആക്സിലാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ AB ആയിരിക്കും L എന്ന് പറഞ്ഞാൽ, T² ആയിരിക്കും BC എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ദെൻ G = 4π² × L/T² അല്ലെങ്കിൽ 4π² × AB/BC എന്നുള്ള ഇക്വേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? G കണ്ടുപിടിക്കുക. അപ്പോൾ ജിയുടെ വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് 9.8 m/s തന്നെ കിട്ടുമെന്നുള്ളതാണ്. സെറ്റ് ആണല്ലോ? ഇനി അടുത്തൊരു കേസ്. ഓക്കെ, ഇതിന് ടാബുലാർ കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ L-R സെന്റിമീറ്റർ എന്നുള്ള ആ ടാബിൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ എങ്ങനെ എടുത്താൽ മതി? നമ്മുടെ റബ്ബർ കോർക്കിന്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മുടെ ബോബിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ലെങ്ത്തിലുള്ള ടൈം പീരീഡ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ലെങ്ത് മാത്രം എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ അല്ലേ? എന്നിട്ട് അതിന് ഗ്രാഫ് വരയ്ക്കാനുള്ളത് അതിൻ്റെ എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ അല്ലേ? ഇതിനടുത്തത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 20 ഓസിലേഷനെ കണ്ടുപിടിക്കുക. then അതിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കുക. then T² ചെയ്യുക, L/T² ചെയ്യുക. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം, അതേപോലെ T² എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുന്ന ടൈം പീരീഡിന്റെ സ്ക്വയർ വാല്യൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് കിട്ടുന്നത് എന്തായിരിക്കും? cm/s²ായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? m/s²ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? റിസൾട്ട് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പ്ലേസ് G = 4π² × L/T². അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ട് കഴിഞ്ഞാൽ മതി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഈസ് ഫസ്റ്റ് ഫ്രം കാൽക്കുലേഷൻ ഫ്രം ഗ്രാഫ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? എഴുതിയാൽ മതി. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് കോൺവെക്സ് ലെൻസിന്റെ കേസിലേക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസ്, മിറർ അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും റേ ഡയഗ്രാം ആദ്യം തന്നെ എന്ത് ചെയ്യണം? വരച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? ഇനി കോൺവെക്സ് ലെൻസിന്റെ അതേപോലെ തന്നെ ആയിരിക്കും ആരുണ്ടാവുക? കോൺകേവ് മിററിൽ. കോൺകേവ് മിററിൽ അഡീഷണൽ ആയിട്ട് ഒരു മെത്തേഡും കൂടെ വരുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ എന്താണ്? സെയിം ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിലെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 1/f = 1/u + 1/v ആണ്. അതിൽ നമുക്ക് f = uv/u + v എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. റെഡിയാണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു എന്താണെന്ന് എഴുതുക? എന്താ? ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. എവിടുന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസ്? നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കണം. ഇനി അതേപോലെ വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. എവിടുന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? സ്ക്രീനിൽ നിന്ന് ലെൻസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്താ? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ആ കാര്യം എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇനി യു വി ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും. 1/u 1/v ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും. ഇനി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ് വഴി എന്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാബുലാർ കോളം ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? യു കണ്ടുപിടിക്കാൻ ഒരു കോളം ഉണ്ടാവും, വി കണ്ടുപിടിക്കാൻ ഒരു കോളം ഉണ്ടാവും, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കോളം ഉണ്ടാവും. ഇനി 1/u 1/v ഗ്രാഫും കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കോളം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പുറത്തേക്ക് മാറ്റിയിടുക. ഓക്കെ അല്ലേ? അതായത് ഏകദേശം
ഇതുപോലെ വരും നമ്മുടെ എന്ത് ടാബുലാർ കോളം എന്ന് പറഞ്ഞാൽ ഏതിന്റെ കേസിൽ യു വി മെത്തേഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ യു വി മെത്തേഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രാഫിലൂടെ വരയ്ക്കാം. ഗ്രാഫിലൂടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അതായത് യു വി ഗ്രാഫിലൂടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ ആണ് എഫ് ഈക്വൽ ഒ എ പ്ലസ് ഒ ബി ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ ഒ എ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഒ ബി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അതായത് കിട്ടുന്ന ഗ്രാഫിലേക്ക് 45 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ നേരെ വരയ്ക്കുക. അതായത് നമ്മൾ ഗ്രാഫിലാണെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റും കറക്റ്റ് ജോയിൻ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അതൊരു 45 ഡിഗ്രിയാണ് നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? അവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതാണ് ഒ എയും ഒ ബി ആയിട്ട് വരുന്നത്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഇനി അതേപോലെ 1/u 1/v ഗ്രാഫിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രാഫ് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. 1/u 1/v ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിൽ 1/u, വൈ ആക്സിൽ 1/v ആയിരിക്കും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം യു വി ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് യുവും കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, യുവും കിട്ടുന്നുണ്ട് വിയും കിട്ടുന്നുണ്ട്. അപ്പൊ യുവിന്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കണം വിയിലും ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ നിങ്ങൾ 16 എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 16 എടുക്കണം. അത് ഓരോ ഡിവിഷൻ പോലെ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അതിന് അടുത്ത് 18 എടുക്കുകയാണെങ്കിൽ അടുത്ത് ഇവിടെ എന്ത് ചെയ്യണം? 18 എടുക്കണം. ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ രണ്ട് വാല്യൂസ് എഴുതണം. എന്നാൽ നമുക്ക് കറക്റ്റ് ഗ്രാഫും അതേപോലെ കറക്റ്റ് വാല്യൂവും കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് 1/u 1/v ഗ്രാഫിൽ നമ്മൾ വാല്യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഇതുപോലെ ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഒ എ, ഇത് ഒ ബിയും മാർക്ക് ചെയ്യുക. ഇതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഫ് ഈക്വൽ ടു ഒ എ ഡിവൈഡഡ് ബൈ ഒ ബി ചെയ്യുക. എഫ് ഈക്വൽ 2 ഡിവൈഡ് ബൈ ഒ എ പ്ലസ് ഒ ബി നിങ്ങൾ ചെയ്യുക. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് 1/u 1/v ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ. ഇനി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡിന്റെ കേസിൽ നിങ്ങൾ കുറെ ടാബുലാർ കോളം ഒന്നും വരയ്ക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ട്രയൽ എന്നുള്ള ഒരു ടാബുലാർ കോളം വരയ്ക്കുക. അടുത്ത എന്ത് ചെയ്യുക? ഫോക്കൽ ലെങ്ത് എന്നുള്ള മറ്റൊരു ടാബുലാർ കോളം നിങ്ങൾ എന്ത് ചെയ്യാതെ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതാ ഇത്രയും മതി. ഓക്കെ അല്ലേ? 1-2 പ്രാവശ്യം ട്രയൽ ചെയ്യുക. ദൂരെയുള്ള മരത്തിനെ അല്ലെങ്കിൽ ഇലനെ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ഫോക്കൽ ലെങ്ത് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ യു വി മെത്തേഡ് നമ്മൾ പറഞ്ഞു. ദെൻ ഗ്രാഫിൽ നിന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് കോൺകേവ് ലെൻസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോൺകേവ് ലെൻസ് ചെയ്യുമ്പോൾ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ എടുക്കുന്ന കോൺവെക്സ് ലെൻസും കോമ്പിനേഷൻ ചെയ്യുന്നുണ്ടല്ലോ. കോമ്പിനേഷനിൽ യു വി മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ലെൻസ് ആയിരിക്കണം ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ആരുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യാണ്? F2 എന്ന് ഇതാണ്. F2 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ F1 മൈനസ് എഫ് ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് F2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ്. ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് ആണ്. ഇനി അടുത്തത് F1 എന്ന് പറഞ്ഞാലോ? ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് F1 എന്ന് പറഞ്ഞാൽ. ദെൻ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത്തും ആണ്. കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത്തും ആണ് എന്ത്? എഫ് എന്ന്, ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? യു വി മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ചെയ്താൽ മതി. അതായത് കോമ്പിനേഷനിലുള്ളതും അതേപോലെ കോൺവെക്സ് ലെൻസിന്റെയും ഫോക്കൽ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഈസ് ഈക്വൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ അതിൽ യു എന്താണെന്ന് എഴുതണം, അതിൽ വി എന്താണെന്ന് നിങ്ങൾ എന്റെ മക്കൾ നിർബന്ധമായിട്ടും അവിടെ എഴുതിയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് കോൺകേവ് ലെൻസിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, എഫ് ഈസ് ഈക്വൽ യു വി ഡിവൈഡ് ബൈ, ദെൻ അവസാനം നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്തു? ഫൈനൽ ആൻസർ കിട്ടി. സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ദെൻ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുക്കുന്ന കോൺവെക്സ് ലെൻസ് 10 സെന്റിമീറ്ററിന് നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അടുത്ത വാല്യൂ അതിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ സെന്റിമീറ്റർ കൂടാണെന്നുണ്ടെങ്കിൽ അതിലെ ഡിസ്റ്റൻസിലൊക്കെ വളരെ കുറെ ദൂരത്തായിരിക്കും നമുക്ക് ഇത് ഇമേജ് കിട്ടുക. അപ്പൊ അതൊക്കെ ഭയങ്കര എന്താണ്? ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഞാൻ അടുത്തത് കോൺകേവ് മിറർ. സാർ നേരത്തെ പറഞ്ഞു കോൺവെക്സ് ലെൻസിന്റെ അതേപോലെ തന്നെയാണ് കോൺകേവ് മിറർ ചെയ്യേണ്ടത്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരൊറ്റ ആളും കൂടെ ഉള്ളൂ. ആരാണ്? നോർമൽ ഇൻസിഡൻസ് മെത്തേഡ് എന്നുള്ള ഒരൊറ്റ ആളും കൂടെ ഉള്ളൂ. അതായത് നോർമൽ ഇൻസിഡൻസ് മെത്തേഡിലൂടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? അതിന് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ആ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്തു? ഫോക്കൽ ലെങ്ത് കിട്ടി. സെറ്റ് ആണല്ലോ? ഇതാണ് കോൺകേവ് മിററിൽ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇതിന്റെ ഒക്കെ ഡയഗ്രാംസ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ദെൻ അവസാനമായിട്ട്
ഇതിൽ വരുന്നതാണ് ഇത് നമ്മുടെ കോൺവെക്സ് മിറർ അല്ലെ. ആ കോൺവെക്സ് മിററിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു അല്ലെ ആർ ഇസ് ഈക്വൽ ടു 2f എന്നുള്ള ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് നമുക്ക് അവിടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 15 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് എടുക്കുക. അതൊരു 26 സെന്റിമീറ്ററിൽ എവിടെയാണ് ഇമേജ് കിട്ടുന്നത് നോക്കുക. അതിന്റെ ഇടയിലേക്ക് നമ്മുടെ കോൺവെക്സ് മിറർ കയറ്റി വെച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റിന്റെ അതേ പൊസിഷനിൽ തന്നെ ഇമേജ് എവിടെയാണ് കിട്ടുന്നത് നോക്കുക. എന്നിട്ട് സ്ക്രീനിൽ നമ്മുടെ മിററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ ടു എന്നുള്ള ഇക്വേഷനിലൂടെ, ആ പ്രിൻസിപ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് കുറെ ടാബുലാർ കോളം ഒന്നും ആവശ്യമില്ല. എന്താ ഉള്ളൂ? എഫും ആറും ആണ് കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പൊ ആറിന് ഒരു ടാബുലാർ കോളം കൊടുക്കുക. ദെൻ എഫിന് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് എഫ് ഇസ് ആർ ബൈ ടു എന്നുള്ള തൊട്ടപ്പുറത്ത് മറ്റൊരു ടാബുലാർ കോളം നിങ്ങൾ എന്ത് ചെയ്യുക? അത്രേ ഉള്ളൂ. അതായത് ഈ രണ്ട് കേസ് മതി. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് വയർ ഗേജ് എന്ന ഈ ഒരു കേസ് ഒന്നും അതിൽ വേണ്ട. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് മിറർ ആറാണ്, ഫോക്കൽ ലെങ്ത് ആ എഫ് കിട്ടും, മീൻ എഫും ചെയ്താൽ മതി, സെറ്റാണ്. ഇതാണ് കോൺവെക്സ് മിററിന്റെ കാര്യത്തിൽ സാർക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത് ഓംസ് ലോയിലേക്ക് വരുവാണ്. ഓംസ് ലോയിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറയാം? നമ്മുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഓംസ് ലോയുടെ അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് നമുക്കറിയാം. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്യും? വി ബൈ ഐ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഈ വിയും ഐയും ആണ് നമ്മൾ ആ ഓംസ് ലോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും ആദ്യം തന്നെ പ്രിൻസിപ്പളിന് നിങ്ങളൊരു പിക്ചർ നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. ഡയഗ്രം നിർബന്ധമാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ വരച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇതിൽ ഓരോ പോയിന്റും മാർക്ക് ചെയ്യണം. ഒറ്റ പോയിന്റ് പോലും മാർക്ക് ചെയ്ത് എന്തരുത്? തെറ്റിപ്പോവുകയും ചെയ്യരുത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിലൂടെ നമ്മൾ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി റെസിസ്റ്റിവിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ നമുക്കറിയാം. റോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ ആണല്ലേ. ആർ ഇൻറ്റു എ ബൈ എൽ ആണ്. അപ്പൊ ആറ് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ കിട്ടും. ദെൻ ഏരിയ ആരുടെ? നമ്മളെ റെസിസ്റ്റൻസ് വയറിന്റെ ഏരിയ ഉണ്ടല്ലോ, വോൾട്ടേജിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് വയറിന്റെ ഏരിയ, അതിന്റെ ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ആ റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? സ്ക്രൂ ഗേജ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ റെസിസ്റ്റിവിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ക്രൂ ഗേജിന്റെ ടാബുലാർ കോളം കൂടെ നമ്മൾ അതിൽ വരച്ചിരിക്കണം. അതിന്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുന്ന ഇക്വേഷൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിർബന്ധമായിട്ടും വരച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി കണ്ടക്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിലോ, റെസിസ്റ്റൻസ് ചെയ്താൽ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ജി ഇസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റൻസ് ആണ്. നേരെ അത് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ. ഒന്നെങ്കിൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഫസ്റ്റ് അമ്മീറ്റർ റീഡിങ്ങും വോൾട്ട്മീറ്റർ റീഡിങ്, ദെൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, മീൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇനി റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്ക്രൂ ഗേജിന്റെ ഈ ഒരു മെത്തേഡും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ റിസൾട്ട് എഴുതുക. ഓക്കെ. ദെൻ അവസാനത്തെ എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്ന് പറഞ്ഞാൽ. അതായത് അതിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n is equal to sin of a plus d by 2 whole divided by sin of a by 2. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലുള്ള ടേംസ് എന്താണെന്നുള്ള എഴുതണം. എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം ആണ്. ഡി എന്ന് പറഞ്ഞാൽ മിനിമം ഡീവിയേഷൻ ആണ്. ക്യാപിറ്റൽ ഡി തന്നെ എഴുതണേ. മിനിമം ഡീവിയേഷൻ ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രിസം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആ പ്രിസം വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കറിയാം ഇക്വലേറ്റർ ആംഗിൾ ആണ് 60 ഡിഗ്രി ആയിരിക്കും. അല്ല നിങ്ങൾ കറക്റ്റ് വാല്യൂ എടുക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക? ആ പ്രിസം വരച്ചതിന് ശേഷം മുകളിൽ ഏതെങ്കിലും ഒരു കോർണറിലെ ആംഗിൾ എന്ത് ചെയ്താൽ മതി? മെഷർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ആംഗിൾ ഓഫ് പ്രിസം കിട്ടും. ഇനി ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും എമർജന്റ് റേയും തമ്മിലുള്ള ആ ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ എന്താ? മിനിമം ഡീവിയേഷനിൽ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമുക്ക് കിട്ടുന്ന ഡീവിയേഷൻ നമ്മൾ എഴുതും അല്ലേ? അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഓക്കെ അല്ലേ? 30, 40 അല്ലെങ്കിൽ 30, 35, 40 ഡിഗ്രി, 45 ഡിഗ്രി, 50 ഡിഗ്രി, 55 ഡിഗ്രി. ദെൻ അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക? ആംഗിൾ ഓഫ് ഡീവിയേഷൻ സ്മോൾ ലെറ്റർ ഡി കൊടുക്കണേ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ സ്മോൾ ലെറ്റർ ഡി. മിനിമം ഡീവിയേഷൻ ആണ് ക്യാപിറ്റൽ ഡി. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി ഒരു 50 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 35 എത്ര ആയിരിക്കും? അതൊരു 46 ആയിട്ടുണ്ടാവും. ദെൻ 40 എത്ര ആയിട്ടുണ്ടാവും? 41. 45 എത്രയായി? 39. ദെൻ 50 ഡിഗ്രിയിൽ എഗെയിൻ എന്തായിട്ട്? 41 ആയി. 51 എന്തായി? എഗെയിൻ 44 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ആദ്യം ഇങ്ങനെ കുറഞ്ഞു പിന്നെ എന്ത് പെട്ടെന്ന് കൂടി. അതായത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ നിന്നാണ് നമ്മൾ മിനിമം ഡീവിയേഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും ലോവർ മോസ്റ്റ് പോയിന്റ് ഉള്ളല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആക്സിസിലും
എക്സ് ആക്സിലും ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം വൈ ആക്സിലാണ് വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ എന്താ ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്താ മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. ഈ കേസിൽ കിട്ടില്ല 40 ഡിഗ്രി. അത് എല്ലാവർക്കും 40 ഡിഗ്രി ആയിരിക്കുന്നില്ല, ഓരോ കേസിലും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് അതിലൂടെ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയാണ് നമ്മളെ കൂടുതൽ സ്കൂളുകളിലും വെക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ തിയറിയും ടാബുലാർ കോളങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം മക്കളെ അടിപൊളിയായിട്ട് നീറ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പറിലൊക്കെ എഴുതി വെക്കണം. ഓക്കെ, നല്ല വൃത്തിയിൽ ടാബുലാർ കോളങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. ഓക്കെ അല്ലേ? അതിലൊന്നും മാർക്ക് പോവരുത്. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സാർ എന്ത് ചെയ്യാണ്, ഓൾ ദ ബെസ്റ്റ് പറയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എഴുതുക, ഉഷാറായിട്ട് എഴുതുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിരിക്കും.